സഭയിലെ വിശുദ്ധന്മാരുടെ നെഞ്ചിൽ നിന്ന് ഉതിർത്തിരിഞ്ഞു വരുന്ന ദൈവസ്നേഹത്തിൻ്റെ തീക്കനലാണ് സഭയെ എല്ലാ കാലവും പിടിച്ചു നിർത്തിയത്. സഭ എപ്പോഴാണ് തകരുന്നറിയാവും? നെഞ്ചിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തീക്കനൽ മങ്ങുന്ന മനുഷ്യർ എപ്പോൾ സഭയിലുണ്ടാകുന്നു, അപ്പോൾ സഭ എന്ത് ചെയ്യാൻ തുടങ്ങും? സഭ തകരാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നത്? സുവിശേഷം പ്രസംഗിച്ചും കൺവെൻഷൻ നടത്തിയും ആളുകളെ എന്ത് ചെയ്യുന്നത്? പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു പ്രതീക്ഷിക്കുന്നത്, പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പ്രചോദിതമായി ജീവിതം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുന്നവരൊന്നും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും പറഞ്ഞത്, ഇൻട്രൊഡക്ഷൻ. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. പ്രിയമുള്ളവരെ, നമുക്ക് വായിക്കാം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യം. യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയി. വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന കടൽ തീരത്തേക്ക് പോവുക. അവിടുന്ന് മറുകരയ്ക്ക്, ഗലീലെ കടലിൻ്റെ മറുകരയിലേക്ക് അവൻ പോയി. വലിയൊരു ജനക്കൂട്ടം അവൻ്റെ പുറകെ പോയി. നിങ്ങൾ ശ്രദ്ധിച്ചോണം, യേശു ക്രിസ്തു മറുകരയ്ക്ക് വള്ളത്തെ പോയി, ഒറ്റയാളെ പോലും അവൻ്റെ വള്ളത്തെ കയറ്റിയില്ല. യേശു തന്നെയാണ് പോയി ശിഷ്യന്മാരെയും കൂട്ടി. ആളുകൾ മുഴുവൻ വേറെ വള്ളം പിടിച്ച് വലിയൊരു ജനക്കൂട്ടം യേശുവിൻ്റെ പിന്നാലെ പോയി. എന്തിനാണ് ഈ ജനക്കൂട്ടം യേശുവിൻ്റെ പുറകെ പോകുന്നത്? എന്തിനാണ് പോകുന്നത്? രോഗശാന്തി, പിന്നെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, IELTS പരീക്ഷ പാസ്സാകാം, പിന്നെ ജോലി കിട്ടി, മക്കളില്ലാത്ത ദമ്പതിക കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ ജനക്കൂട്ടം മുഴുവൻ യേശുവിൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിന് ആദ്യത്തെ വരവിൽ ഭയങ്കര താല്പര്യമായിപ്പോയി. വായിച്ചേ. യേശു മലയിലേക്കു കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു പതുക്കെ മലയിലോട്ട് കയറിപ്പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി. നോക്കുമ്പം കാണുന്നു, പ്രാർത്ഥന കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ നോക്കുന്നു, ഒരു വലിയ ജനതതി മല കയറി, ഇവിടെ ഉണ്ടറാ കർത്താവ്, ഇവിടെ ഉണ്ട്, നമ്മൾ തപ്പി മടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി വരികയാണ്. ശിഷ്യന്മാർ വിളിച്ച് പറഞ്ഞു, കർത്താവെ, നമ്മളെ ഇവിടെ ഇരുത്തുമെന്ന് തോന്നുന്നില്ല, ഇന്നും പട്ടിണിയാവും, ആളുകൾ മുഴുവൻ മല കയറി വരുന്നുണ്ട്, ഇനി പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയാൻ നിർത്താൻ പറ്റിയല്ല, നമുക്ക് വള്ളത്തിൽ പോകേണ്ടതാണ്, വലയിടേണ്ടതാണ്, മീനൊന്നുമില്ല, നമ്മൾ പട്ടിണിയാവും, എനിക്കാണെങ്കിൽ പ്രഷറും ഷുഗറുണ്ട്. പത്രോസ് പറഞ്ഞു, എനിക്കാണെങ്കിൽ 60 വയസ്സായി, ഷുഗർ നോക്കേണ്ടതാണ്, പ്രഷർ നോക്കണം, അത് മാത്രമല്ല പിന്നെ എനിക്ക് ചെറിയ എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, മുട്ടിൻ്റെ ഫിസിയോതെറാപ്പി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇടയ്ക്ക് ചെയ്യാനുണ്ട്. ഈ ജനം മുഴുവനോട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. യേശു ക്രിസ്തുവും കണ്ണുകൾ ഉയർത്തി നോക്കി. ഇനി വായിച്ചേ. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ഉടനെ യേശു ക്രിസ്തു പീലിപ്പോസിനോട് ഒരൊറ്റ ചോദ്യം, പീലിപ്പോസെ, വലിയ ജനതതി വരുന്നുണ്ട്, ഇവർക്ക് എവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്? മുടിയാനായിട്ട് ഇനി ഭക്ഷണം കൊടുക്കണം. ഇതുങ്ങളെ തലേക്കെ വെച്ച് പ്രാർത്ഥിച്ച് വിടണേ തന്നെ സമയം എത്ര എടുക്കും? അപ്പോൾ പിന്നെ ഇനി ഭക്ഷണം കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇനി വായിച്ചേ. അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. പീലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. പ്രിയമുള്ളവരെ, പണ്ട് ഞാനിവിടെ ധ്യാനം ആരംഭിച്ച കാലത്ത് കുറേയേറെ ആളുകൾ കോട്ടയത്തു നിന്ന് ഇവിടെ ധ്യാനിക്കാനായിട്ട് ഒറ്റയടിക്ക് വന്നു. ധ്യാനം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയാണ്. വണ്ടമാനം പള്ളിയിൽ ഉദ്ദേശിക്കാത്ത രീതിയിൽ ആൾ വന്ന് കയറി. അന്ന് ഇവിടെ വെള്ളമില്ല കുടിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള 2 ചെറുപ്പക്കാരൻ അവർ പോയി അപ്പുറത്തെങ്ങാണ്ട് കിണറ്റിൽ നിന്ന് കുടിക്കാനുള്ള 2 ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് വന്നു. അതൊരു തരത്തിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് അത് വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു? കോട്ടയത്തു നിന്നൊക്കെ വന്നതല്ലേ, ആ സ്ത്രീകളെല്ലാം കൂടെ മുഴുവനൂടെ, കൂടുതലും സ്ത്രീകളായിരുന്നു, അവരെല്ലാം കൂടെ ഒറ്റ ബക്കറ്റ് വെള്ളം കുടിച്ച് തീർത്ത്. അതിനുശേഷം ഞാൻ ഇൻ്റർവെല്ലിൽ വിട്ട് ഞാൻ പറഞ്ഞു, വെള്ളം കുടിക്കേണ്ടവർ പുറത്ത് പോയി കുടിച്ചിട്ട് വരാൻ പറഞ്ഞു. ഉടനെ ഒരു ചേട്ടത്തി എന്ന് ചോദിച്ചു, മോനെ വെള്ളം ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അവരങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കി വെച്ച് ഒരു ചെറുപ്പക്കാരൻ മറ്റേ ചെറുപ്പക്കാരൻ പറഞ്ഞു, എടാ ഓടിക്കോളാൻ പറഞ്ഞു. മറ്റവൻ്റെ കയ്യെ പിടിച്ചോണ്ട് 2 പേരോട് ഓടി രക്ഷപ്പെട്ട്. ധ്യാനം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പിള്ളേരെ കാണുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളെവിടെ പോയി? എൻ്റെ അച്ഛാ ഒന്നും പറയണ്ട, 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവച്ചതാണ്, അത് കുടിച്ച് തീർത്ത്. അത് കഴിഞ്ഞ് 3ാമത് ചോദിച്ചപ്പോഴത്തേനും വെള്ളം എടുക്കാനില്ല, ഇനി അങ്ങ് കിണറ്റിൻ്റെ അപ്പുറത്തെങ്ങാണ്ട് കിണ്ടിപ്പോയാണ് കോരിക്കൊണ്ട് വരുന്നത്. വെള്ളമില്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എന്ന് മാത്രമല്ല
വെള്ളം പോട്ടെ, അതെങ്ങനെയും ഒപ്പിച്ചു കൊടുക്കാം. ഉടനെ അവരെടുത്ത വാല് ചോദിക്കുക, ഇവിടുത്തെ ടോയ്ലറ്റ് എവിടെയാണ്? അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു ഇവിടെ, ടോയ്ലറ്റേ ഇല്ല ഇവിടെ. അത് രണ്ടുകൂടെ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. അതാകുമ്പോൾ പ്രശ്നമില്ല, അവരെ ഇല്ലിലും പൊക്കോളും. അങ്ങനെയാണ് പ്രിയമുള്ളവരെ അവസാനം പിന്നെ നമ്മൾ ഡെവലപ്മെൻറ്റ്സ് ആരംഭിച്ചത്. ടോയ്ലറ്റ് പണിയാൻ തുടങ്ങി, പിന്നെ പൊളിച്ചു പടുന്നത്, അങ്ങനെയെല്ലാം ഡെവലപ്മെൻറ്റ്സ് ആരംഭിച്ചത് ഈ അവസ്ഥയിൽ നിന്നാണ്. ഇനി വായിച്ചേ. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. പ്രിയമുള്ളവരെ, ഫിലിപ്പോസ് ആളുകളെല്ലാം വന്നിരുന്ന ഉടനെ ആളുകളോട് ചോദിച്ചു, ഈ നമ്മുടെ കയ്യിൽ, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുകയാണ്, പുള്ളിക്കാരന് ഭക്ഷണവും ഇല്ല വിശപ്പും ഇല്ല നടക്കുകയാണ്, അതുകൊണ്ട് ഭക്ഷണം കരുതാനൊന്നും പറ്റിയിട്ടില്ല, എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പറ, ആരുടെയും കയ്യിൽ സാധനം ഇരിപ്പുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ 12 ശിഷ്യന്മാരും ജനങ്ങളുടെ ഇടയിൽ പോയി. അപ്പോഴാണ് ഫിലിപ്പോസ് അങ്ങ് മലയുടെ താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു പറഞ്ഞ്, എൻ്റെ കയ്യിൽ 5 ബാർലിയപ്പം ഇരിപ്പുണ്ട്. പ്രിയമുള്ളവർ, ഈ ബാർലിയപ്പം എന്ന് പറഞ്ഞാൽ പൊറോട്ട പോലത്തെ സാധനം, നല്ല സാധനമൊന്നും അല്ലിത്. ഇപ്പോഴത്തെ ചപ്പാത്തി പോലത്തെ സാധനമല്ല, ഏറ്റവും വില കുറഞ്ഞ സാധനം. ഈ പണ്ടത്തെ കാലത്തെ കപ്പ വാട്ടിയെന്നൊക്കെ പറഞ്ഞ പോലത്തെയുള്ള കേസാണ് ഈ, അല്ലെങ്കിൽ പനി ഇടിച്ചു എന്നൊക്കെ പറയുകയില്ല, അതുപോലത്തെ സാധനമാണ് ഈ ബാർലിയപ്പം എന്ന് പറയുന്നത്. 5 എണ്ണം ഇരിപ്പുണ്ട്. ഉടനെ ഫിലിപ്പോസ് അവിടുന്ന് കൈപൊക്കി കാണിച്ച്, സാധനമുണ്ട്. ഉടനെ പത്രോസൊക്കെ ചോദിച്ചു, എത്ര ഉണ്ടറാ? ഒരു 10,000 പീസ് എടുക്കാനുണ്ടാവുമോ? ഉടനെ ഫിലിപ്പോസ് പറഞ്ഞ് 5 എണ്ണം. ഉടനെ മറ്റു ശിഷ്യന്മാർ, പണ്ടേ ശകലം പുറകോട്ടാ സാധനം തലയ്ക്കകത്ത്. 5000-ലധികം പുരുഷന്മാർ തന്നെ വന്നിട്ടുണ്ട്. 5 ബാർലിയപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ കിടന്ന് കാറി വെള്ളം വെച്ചിട്ട് കാര്യമുണ്ടോ? ഉടനെ യേശു പറഞ്ഞു, 5 എങ്കിൽ 5 കൊണ്ടുപോവാ. പ്രിയമുള്ളവരെ, യേശുവിനെ യേശു സ്നേഹിച്ച ഒരു ജനത്തിന് മുമ്പിൽ 5 മതി 5000 പേർക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്തു സ്നേഹിക്കുന്ന ഒരു ജനത്തിന് മുമ്പിൽ ക്രിസ്തുവിന് 5 മതി 5000 പേർക്ക് കൊടുക്കാൻ. അങ്ങനെയെങ്കിൽ ഓർക്കുക, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മുന്നിൽ മതി ഒരു ചെറിയപ്പം. പാലില്ലെങ്കിലും കുഞ്ഞ് വളർന്നിട്ടില്ലേ? പാലില്ലെങ്കിൽ, മുലയിൽ പാലില്ലാഞ്ഞിട്ടും കുഞ്ഞ് വളർന്നില്ലേ? കൊടുക്കാൻ ആഹാരമില്ലാഞ്ഞിട്ടും മക്കൾ വളർന്നില്ലേ? വിദ്യാഭ്യാസം ചെയ്യിക്കാൻ പണമില്ലാഞ്ഞിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇന്ന് ജോലിയും കൂലിയായില്ലേ? എന്നിട്ടെന്തേ ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മുടെ കുഞ്ഞിന് ഒന്നും കൊടുക്കാൻ നമ്മളെ കൊണ്ടാവാത്തത്? ഏറ്റവും നല്ല സ്കൂളിൽ പോകുന്നു, ഏറ്റവും നല്ല ഫുഡ് കഴിക്കുന്നു. ഫുഡിൻ്റെ കുറവ് കൊണ്ടാണോ ഈ പരുവത്തിനായത് കൊച്ച്? വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടാണോ? എല്ലാത്തിനും A+ ഒക്കെ കിട്ടിയില്ലേ? അതിൻ്റെ കുറവ് കൊണ്ടാണോ കൊച്ചിങ്ങനായത്? എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും സ്വന്തം കുഞ്ഞുങ്ങളെ ഇതാ നിയന്ത്രിക്കാൻ പറ്റാതെ കുറേ മനുഷ്യർ. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, പണ്ട് ഒരിറ്റ് സ്നേഹമുണ്ടെങ്കിൽ ഇതെല്ലാം ആകുമായിരുന്നു. ചില തള്ളമാർ പറയും, 12 എണ്ണത്തിനെ ഞാൻ പെറ്റ് വളർത്തിയതാ, 12 എണ്ണത്തിനെ ഞാൻ പെറ്റ് വളർത്തിയതാ. എല്ലാം ഓരോ നിലയിലായി, എല്ലാം ഓരോ നിലയിലായി. ഭക്ഷണമില്ലായിരുന്നു, പാർപ്പിടമില്ലായിരുന്നു, കിടക്കാൻ പായില്ലായിരുന്നു, പഠിക്കാൻ സ്ഥലമില്ലായിരുന്നു, കൊടുക്കാൻ ഫീസില്ലായിരുന്നു. എന്നിട്ടും ഒന്നിനും കുറവ് വന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? സ്നേഹിച്ച മനസ്സുകൊണ്ട് ഭൂമിയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ 5 കൊണ്ട് 5000 ചെയ്യാൻ ആവും. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞു, ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ലു തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിനു ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവൻ വന്നു തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. പ്രിയമുള്ളവരെ, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് യേശുവിന് കൊടുക്കാൻ പറ്റിയത് സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടായത് കൊണ്ടാണ്.
5000 പേർക്ക് 5 അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കാൻ പറ്റിയതും ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുള്ളൊരു സമൂഹമായതുകൊണ്ടാണ്. ആ 5 അപ്പം എടുത്ത് കൊടുക്കാൻ ഒരാൾ തയ്യാറായി. അത് പ്രാർത്ഥിക്കാനൊരു സമൂഹമുണ്ടായി. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ടായി. അങ്ങനെ എല്ലാവരും, കുറേ പേര് ആവശ്യക്കാർ, കരയുന്ന മനുഷ്യർ, കുറേ പേര് സ്നേഹിക്കുന്ന മനുഷ്യർ, പിന്നെ മുകളിൽ പിതാവ് കൊടുക്കാൻ സന്നദ്ധനായവൻ. ഇതെല്ലാം കൂടെ ചേരുന്നിടത്താണ് അത്ഭുതം നടക്കുന്നത്. എല്ലായിടത്തും ഒന്നും അത്ഭുതം നടക്കുകയില്ല, എല്ലായിടത്തും ഒന്നും അടയാളം നടക്കുകയില്ല, എല്ലായിടത്തും രോഗശാന്തി നടക്കുകയില്ല. കരയുന്ന ഒരു മനുഷ്യനുണ്ടാവണം, നിലവിളിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകണം, നിലവിളിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകണം, അവന് വേണ്ടി കൊടുക്കാൻ ഒരു പിതാവുണ്ടാകണം. ഇത്രയും കൂടി ഒന്നിച്ചൊരിടത്ത് വരുമ്പോൾ മാത്രമേ രോഗസൗഖ്യം നടക്കത്തുള്ളൂ. ഇത്ര ഒന്നിച്ച് വന്നാൽ മാത്രമേ രോഗസൗഖ്യം അല്ലെങ്കിൽ അടയാളം, അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, അങ്ങനെ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ ജനം പറഞ്ഞു, നമുക്ക് ഈ പുള്ളിക്കാരനെ പിടിച്ച് നമ്മുടെ രാജ്യത്ത് കൊണ്ടുപോയി ഒരു രാജാവാക്കി ഇരുത്തുകയാണെങ്കിൽ എല്ലാ ദിവസവും ഫുഡിൻ്റെ കാര്യം അങ്ങനെ അങ്ങ് കഴിഞ്ഞോളൂ. ഇന്ന് യേശുക്രിസ്തുവിനെ എല്ലാവരും കൂടി എന്തു ചെയ്യാണ്? വള്ളി കെട്ടി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പിന്നെ പോരട്ടെ, ഈ തൈലാഭിഷേകത്തിന് 10 പ്രാവശ്യം ഇരിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ടത്, എന്നാൽ പോരട്ടെ, എൻ്റെ വീട്ടിലേക്ക് രോഗശാന്തി പോട്ടെ, നടുവേദന പോട്ടെ, എല്ലാം പോട്ടെ. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന്, ഞാൻ ഈ തൈലാഭിഷേക ശുശ്രൂഷ സമയത്ത് പറയാറുണ്ട്, ഈ രോഗികൾ സൗഖ്യം പ്രാപിക്കുമ്പോൾ നിങ്ങൾ പുറകിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ഞാൻ പുറകിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, തൈലാഭിഷേക ശുശ്രൂഷ മോളൊക്കെ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, ഭയങ്കര പരിപാടി. അച്ഛന്മാരൊക്കെ എന്നെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. 100-500 പേര് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകമാണ് അവിടെ നടക്കേണ്ടത്. പ്രിയമുള്ളവരെ, യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ പോയി. എന്തിനാണെന്നറിയോ? അവരുടെ ഹൃദയത്തിലെ സ്വാർത്ഥത, അപ്പത്തിന് വേണ്ടിയുള്ള സ്വാർത്ഥത. ഇന്ന് നമ്മൾ പോലും അറിയാതെ ക്രൈസ്തവരുടെ ഹൃദയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നല്ലൊരു പരിപാടിയാണ്. യേശുവിനോട് ചോദിക്കുക, യേശു തരുന്നു, മേടിച്ചെടുക്കുക, ഉപയോഗിക്കുക. അങ്ങനെ യേശു ക്രിസ്തുവിനൊരു ATM ആയിട്ട് നമ്മൾ കാണുകയാണ്. പിന്നെ യേശു ക്രിസ്തുവിനെ നമ്മളെന്താണ്? ബ്രോക്കറായിട്ട് നമ്മൾ കാണുകയാണ്. യേശു ക്രിസ്തുവിനൊരു ഡോക്ടറായിട്ട് മാത്രം നമ്മൾ കാണുകയാണ്, ദൈവമായിട്ട് കാണുന്നില്ല. കർത്താവിന് കണ്ടമാനം വേദനിച്ച് വലിയൊരു ജനക്കൂട്ടത്തെ കണ്ട കർത്താവ് എന്നാ ചെയ്തെന്നറിയോ? പ്രിയമുള്ളവരെ, അവൻ പറഞ്ഞു, നമുക്ക് പോകാം. പിടിച്ചുകൊണ്ട് പോകുമെന്ന് ഭാവിച്ചപ്പോൾ അവൻ മലമുകളിലേക്ക് പിന്മാറിപ്പോയി. കണ്ടോ? ജനക്കൂട്ടം തൻ്റെ അടുക്കലേക്ക് വരുന്ന വലിയ ജനതയെ കണ്ട്, തൻ്റെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ജനത്തെ കണ്ടിട്ട് യേശു ചെയ്യേണ്ടത് എന്താണ്? ആ ജനക്കൂട്ടത്തോട് കൂടെ ജീവിക്കുക ചെയ്യേണ്ടത്. യേശു എന്ത് ചെയ്തു? അവിടുന്ന് പോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പള്ളിയിൽ ഈ മനസ്സുമായിട്ട് നിന്നാൽ പള്ളിയിൽ നിന്ന് കർത്താവ് എങ്ങോട്ട് പോകും? ശവക്കോട്ടയിൽ പോയിരിക്കും. അപ്പം നമ്മൾ ശവക്കോട്ടയിലോട്ട് ചെല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യും? കർത്താവ് അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കും. അപ്പോൾ നമ്മളെല്ലാം കൂടെ കൊടിമരത്തിൻ്റെ ചുവട്ടിലോട്ട്, അപ്പോഴാണ് കൊടിമരത്തിന് 4 തുള്ളി എണ്ണ വന്നു. എണ്ണ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കുമ്പോൾ കർത്താവ് അവിടുന്ന് പതുക്കെ മാറി എവിടെ പോയിരിക്കും? കൽക്കുരിശിൻ്റെ ചുവട്ടിൽ പോയിരിക്കും. അപ്പോൾ കൽക്കുരിശേന്ന് എണ്ണ വരും. എണ്ണ വന്നാൽ ഉടനെ എല്ലാവരുടെ കൽക്കുരിശയിലോട്ട് പോയി തൂക്കാൻ പോകും. ഉടനെ അവിടുന്ന് കർത്താവ് മാറിയിട്ട് എന്ത് ചെയ്യും? എന്നാൽ പിന്നെ മാലത്തെങ്ങാനും പോയിരിക്കാമെന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷനിൽ പോയിരിക്കും. അപ്പോഴായിരിക്കും മാലത്ത് ഏതേത് വീട്ടിൽ നിന്ന് എണ്ണ വരുന്നത്. ഉടനെ എല്ലാവരും ഇടിച്ച് അങ്ങോട്ട് ചെല്ലും. ഇടിച്ച് അങ്ങോട്ട് ചെന്നാൽ ഉടനെ കർത്താവ് പറയും, എന്നാൽ പിന്നെ ഞാനിവിടെ ഇരിക്കുന്നില്ല, ഞാനെങ്ങാനും വേറെ വല്ലയിടത്തും പോയി ഇരുന്നോളാം. ഇങ്ങനെ കർത്താവ് വിഷമിച്ച് നടക്കുകയാണ്. പിന്മാറി. കണ്ടോ? അവൻ പിന്മാറി. ഇനി എന്നാ ചെയ്യുന്നറിയോ? ഇനി ചെയ്യുന്ന കാര്യമാണ് ഇച്ചിരി കട്ടി വായിച്ചേ. വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. പ്രിയമുള്ളവരെ, വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോയി. യേശു പോയോ? യേശു പോയില്ല. യേശു ഇക്കരെ നിന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പൊക്കോ. നിങ്ങൾ അക്കരയ്ക്ക് പോയെന്ന് കാണുമ്പോൾ നാട്ടുകാർ മുഴുവൻ വിചാരിച്ചു, ആര് പോയെന്ന്? യേശു പോയെന്ന്. ഞാൻ ഇക്കരെ നിന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ജനത്തെ മുഴുവൻ വേറെ വഴിക്ക് വിട്ടിട്ട് യേശു എന്ത് ചെയ്യുന്നറിയോ? മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയി. ഇനി രാത്രിയുടെ യാമത്തിൽ ആരും അറിയാതെ നടന്ന് യേശു ക്രിസ്തു അക്കരയ്ക്ക് പോയി, ആരും കാണാതെ. എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ ഈ ടൈപ്പ് ജനം പോരരുത്. അപ്പത്തിന് വേണ്ടി മാത്രം വരുന്ന ജനം എൻ്റെ കൂടെ പോരരുത്. അതാണ് യേശുവിൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു?
പ്രിയമുള്ളവരെ, 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? പ്രിയമുള്ളവരെ, ജനം വിട്ടില്ല. ബാർലിയപ്പൊക്കെ കഴിച്ച് നല്ലോണം വിശപ്പൊക്കെ അങ്ങോട്ട് മാറി, പിന്നെ വിശക്കാൻ തുടങ്ങി. ഉടനെ ഇനിയും അധ്വാനിക്കാൻ കഴിയുകയില്ല. അതിനെന്ത് ചെയ്യാണ്? കർത്താവേ, അങ്ങ് എവിടെയാ? എനിക്ക് വിശക്കാൻ തുടങ്ങി. ഇന്നാളത്തെ പോലെ ഒരു 2 ബാർലിയപ്പം ഒന്ന് ശരിയാക്കി തരാമോ? എനിക്ക് ചെറിയൊരു നടുവേദനയുണ്ട്, ഒന്ന് ശരിയാക്കി തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജനം മുഴുവൻ എന്ത് ചെയ്തു? യേശുവിൻ്റെ പുറകെ പോകാൻ തുടങ്ങി. ഉടനെ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് മാറി, ഭാഷ മാറി. അവൻ പറഞ്ഞു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ഞാൻ നടത്തിയ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല നിങ്ങൾ എന്നെ തേടി വന്നിരിക്കുന്നത്, മറിച്ച് നിങ്ങൾ ഇതാ അപ്പം തിന്നതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ടാണ് എന്നെ. ഇത്രയും മോശമായിട്ടൊക്കെ തന്നെ തേടി വരുന്ന ജനത്തിൻ്റെ മുഖത്ത് നോക്കി പ്രസംഗം പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും വരുമോ? യേശുക്രിസ്തു ആണെങ്കിലും പറയുമ്പോൾ ഒക്കെ കുറച്ചൊക്കെ പറയണ്ടേ. ആളുകളൊക്കെ കുറേയൊക്കെ കൂടി വളരെ രൂക്ഷമായ ഭാഷയിൽ യേശുക്രിസ്തു പറഞ്ഞു. ഉടനെ പ്രിയമുള്ളവരെ അവർ പറഞ്ഞു, എന്നിട്ട് കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ നശ്വരമായ ഇത്തരം അപ്പക്കഷങ്ങൾക്ക് വേണ്ടി നിങ്ങളിങ്ങനെ ചോദിക്കുകയും നടക്കുകയും ചെയ്യരുത്. നിങ്ങളെന്ത് ചെയ്യണം? അനശ്വരമായ അപ്പത്തിന് വേണ്ടി ചോദിക്കണം. ഉടനെ ആളുകൾ ചോദിച്ചു, കർത്താവേ, ആ അപ്പം എവിടെ കിട്ടും? അതൊരു 2 കിലോ വേണമായിരുന്നു, അനശ്വര അപ്പം. അന്നേരത്തെ യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ മോശ മരുഭൂമിയിൽ ഇതാ അപ്പം വർദ്ധിപ്പിച്ചില്ലേ, അത് തിന്നവർ കൂടെ മരിച്ചുപോയി. നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾക്ക് തന്നെ അപ്പം തിന്ന ആളുകൾ പോലും എന്ത് ചെയ്തു? പിൽക്കാലത്ത് മരിച്ചു. അവർക്ക് അതുകൊണ്ടൊന്നും ആയുസ് കിട്ടിയില്ല, തൽക്കാലത്തേനെ കിട്ടിയുള്ളൂ, പ്രയോജനപ്പെട്ടുള്ളൂ. ഉടനെ അവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ അനശ്വര അപ്പം എവിടുന്ന് കിട്ടും? ഉടനെ യേശു പറഞ്ഞു, ആ അനശ്വരമായ അപ്പം ഞാനാണ്. ആ അനശ്വര അപ്പം ഞാനാ. ഉടനെ അവർ പറഞ്ഞു, ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. എന്നിട്ട് ചോദിച്ചു, മോശ നിങ്ങൾക്കൊരപ്പം വാഗ്ദാനം ചെയ്തില്ലേ? ആ അപ്പം ഞാനാ. മോശ നിങ്ങൾക്ക് അപ്പം ഇറക്കി തരാനായിട്ടൊരു കൃപ കിട്ടി, ആ കൃപയെന്ന് പറയുന്നത് ഞാനാ. അന്ന് ഞാനാ പ്രവർത്തിച്ചത്. ഓ, അത് ശരി. അപ്പം നീ മോശയുടെ കാലത്ത് നീ തന്നെയാണ് പ്രവർത്തിച്ചത് നീ പറയുന്നേ. അപ്പം നീ മോശക്കാ വലിയവനാ? അത് ശരി. അപ്പം മോശത്തോട്ടുള്ള കളിയാണ് ഇപ്പോൾ കളിക്കുന്നത്. അത് ശരി. ആശാരിച്ചക്കം കളി മൂത്ത് മോശ കയറി പിടിച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നു. അവർ മനസ്സിൽ കീർക്കാൻ തുടങ്ങി. ഉടനെ യേശു പറഞ്ഞു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ജീവൻ കിട്ടുകയില്ല. ഉടനെ അവർ പറഞ്ഞു, ഇവൻ ആ ജോസഫിൻ്റെ മകനല്ലേ, ഇവൻ്റെ ശരീരം നമുക്കെങ്ങനെ ഭക്ഷിക്കാൻ പറ്റുക? ഇവൻ്റെ രക്തം നമുക്കെങ്ങനെ കുടിക്കാൻ പറ്റുക? പിന്നെ ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത്രയും നാൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ. ഇവനെന്തെങ്കിലും തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യേശുവിനെക്കുറിച്ച് ആളുകൾക്ക് ചിന്തയായി. ജനം പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവർ പിന്മാറിപ്പോകാൻ ചോദിച്ചു. ഉടനെ പത്രോസ് അപ്പോസ്തലനോട് കർത്താവ് ചോദിച്ചു, പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ ചെറുപ്പാ, ആള് മുഴുവൻ പോവുക, ജനം മുഴുവൻ പോവുക, എന്തേലും പറഞ്ഞു വരുമെന്ന് പിടിച്ചു നിർത്തും, ഒരു രോഗശാന്തിയോ അത്ഭുതമോ. ഉടനെ പത്രോസിനോട് യേശു ചോദിച്ചു, പത്രോസേ, നീയും പോകാൻ ആഗ്രഹിക്കുന്നു? ഉടനെ പത്രോസ്, അയ്യോ അതില്ല, പത്രക്കീസാകേണ്ടതാ, ഞാൻ പോവുകയില്ല. ഉടനെ പത്രോസ് പറഞ്ഞു, എന്താ പറഞ്ഞത്? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനം നിന്റെ പക്കൽ ഉണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ, അതുകൊണ്ട് ഈ വചനം ഞങ്ങളിൽ മാംസമായി തീരട്ടെ. ഇതാണ് പ്രിയമുള്ളവരെ ഒരു ബലിജീവിതം. യേശുക്രിസ്തുവിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാംസമായി തീരട്ടെ എന്നുള്ള പ്രഖ്യാപനമാണ് യഥാർത്ഥ ദൈവകൃപ. ഒരു വിശുദ്ധൻ്റെ ഹൃദയത്തിൽ മാത്രമേ അതുണ്ടാകത്തുള്ളൂ. ക്രിസ്ത്യാനി ഒരു വിശുദ്ധ വിളി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ്
ഓരോ ഞായറാഴ്ചയും വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നത്. എന്ത് കേൾക്കാനാ? ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. അതൊരു വചനമാണ്. ആ വചനം എന്നിൽ മാംസമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും നിങ്ങളും ഓരോ ഞായറാഴ്ചയും കുർബാനയ്ക്ക് വരുന്നത്. കുർബാനയ്ക്ക് വരുന്നവർക്ക് പോലും അറിയാൻ പറ്റില്ല താൻ എന്തിനാണ് വരുന്നതെന്ന്. ഇത് കേൾക്കാനാ. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് ഞാൻ ഭക്ഷിക്കും. അങ്ങനെ ഭക്ഷിച്ച് ഞാനും യേശുവും ഒന്നായിത്തീരും. എൻ്റെ ശരീരം യേശു ക്രിസ്തുവിന് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ജീവിതം യേശു ക്രിസ്തുവിന് വേണ്ടി ഇതാ തുറന്നു കൊടുക്കുന്നു. യേശു എന്തിനാ വന്നത്? ലോകത്തിൻ്റെ പാപങ്ങൾ മോചിക്കാനും അതോടൊപ്പം ലോകത്തെ രക്ഷിക്കാനുമാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ശരീരവും എൻ്റെ ജീവിതവും ലോകരക്ഷയ്ക്ക് വേണ്ടി ഞാൻ തുറന്നു കൊടുക്കുന്നു എന്നാണ് ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോയാൽ അർത്ഥം. Te